മനുഷ്യൻ എത്രയോ വിലയുള്ള ഒരു ഉൽപ്പന്നമാണ്, ഒരു സൃഷ്ടിയാണ് മനുഷ്യൻ. എല്ലാം കീഴടക്കാനും എല്ലാ മേഖലകളിലും എല്ലാ ഗോളങ്ങളിലും എല്ലാ ഭൂഖണ്ഡങ്ങളെയും കീഴടക്കാൻ മാത്രം ശേഷിയും കഴിവും നേടിയ മനുഷ്യൻ, മൃഗങ്ങളെ സ്വന്തം വരുതിക്ക് നിർത്താൻ കഴിവ് നേടിയ മനുഷ്യൻ, ആ മനുഷ്യൻ എത്ര നിസ്സഹായനാണ്. ഓരോ നിമിഷങ്ങളിൽ അവൻ എത്ര നിസ്സഹായനാണ്. വർഷങ്ങൾക്ക് മുമ്പ് സുനാമി സംഭവിച്ചപ്പോഴും അടുത്ത കാലത്ത് നിലമ്പൂരിൽ കവളപ്പാറയിൽ ഭൂകമ്പമുണ്ടായപ്പോഴും അതുപോലെ വയനാടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും പ്രകൃതി ദുരന്തമുണ്ടായപ്പോഴും മുണ്ടക്കയത്ത് പ്രകൃതി ദുരന്തമുണ്ടായപ്പോഴും ഒക്കെ മനുഷ്യൻ നെടുവീർപ്പിട്ടു. മനുഷ്യൻ അന്തം വിട്ട് അന്താളിച്ചു. ഓ ദൈവമേ, എന്താ ഇത് എന്ന് എല്ലാവരും പറഞ്ഞു. ആ മനുഷ്യൻ ആ നിമിഷം അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം മുതൽ എല്ലാം മറന്ന് അവൻ വീണ്ടും നൃത്തമാടാൻ തുടങ്ങി. അമേരിക്ക ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്ര സ്ഥാപനമായ നാസ സ്ഥിതി ചെയ്യുന്ന അമേരിക്ക ഇന്ന് വെന്തുകൊണ്ടിരിക്കുന്നു, കരിഞ്ഞുകൊണ്ടിരിക്കുന്നു, കത്തിക്കൊണ്ടിരിക്കുന്നു, ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക. ആ സംഭവം ബുദ്ധിജീവികൾ, ശാസ്ത്രജ്ഞന്മാർ അതിന് എന്ത് പേരാണാവോ ഇടുക? പ്രകൃതി ദുരന്തമെന്നോ നാശമെന്നോ എന്താ പേരിടുക? പക്ഷെ നമുക്ക് ഖുർആൻ പറയുന്ന ഒരു പേരുണ്ട്, ആലിക്ക ബിമാ ഖദ്ദമത് അയ്ദീകും വഅന്നല്ലാഹു ലൈസ ബിദ്ദല്ലാമിൻ അലീം. എല്ലാം മനുഷ്യ, നീ വിതയ്ക്കുന്നതാണ് നീ കൊയ്യുന്നത്.